വിജയൻ എന്ന പേര് കേട്ടാൽ അതെല്ലാം പിണറായി വിജയനാണെന്ന് ജനങ്ങൾ വിചാരിക്കുമേ എന്ന പേടിയിലാണ് ഇന്നും CPM. സാഹിത്യത്തിലെ പരോക്ഷ വിമർശനങ്ങളെ എപ്പോഴും സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു മാനസികാവസ്ഥ പാർട്ടിയിൽ പണ്ടേ വേരുറച്ചു കഴിഞ്ഞതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയോ ആശയവിനിമയത്തെയോ പോസിറ്റീവായി കാണുന്നതിനു പകരം അതിലൊക്കെ രാഷ്ട്രീയ ഗൂഢാലോചന തിരിയുന്ന ഈ ഭയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെയും രസകരവുമായ ഉദാഹരണമാണ് പാർട്ടിയുടെ സ്വന്തം മുഖപത്രമായ ദേശാഭിമാനിയിൽ അടുത്തിടെ ഉണ്ടായ കള്ളൻ വിജയൻ തലക്കെട്ട് വിവാദവും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും. VS അച്യുതാനന്ദന്റെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം. നിശ്ചിത ദിവസം പുറത്തിറങ്ങേണ്ടിയിരുന്ന വാരാന്ത്യ പതിപ്പ് ഒരു ദിവസത്തേക്ക് നീട്ടിവെക്കാൻ പത്ര മാനേജ്മെന്റ് നിർബന്ധിതരാവുകയായിരുന്നു. സാങ്കേതിക പിഴവുകൾ കാരണമാണ് പ്രസിദ്ധീകരണം വൈകിയതെന്ന് റെസിഡന്റ് എഡിറ്റർ M. സ്വരാജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചെങ്കിലും യഥാർത്ഥ കാരണം മറ്റൊന്നായിരുന്നുവെന്ന് താമസിയാതെ പുറത്തുവരികയായിരുന്നു. വാരാന്ത്യ പതിപ്പിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു ലേഖനത്തിന്റെ തലക്കെട്ടായിരുന്നു പ്രശ്നത്തിന്റെ കാതൽ. കള്ളൻ വിജയൻ എന്നായിരുന്നു ആ തലക്കെട്ട്. അച്ചടിക്ക് തൊട്ടു മുമ്പ് മാത്രമാണ് പാർട്ടി നേതൃത്വം ഈ തലക്കെട്ട് ശ്രദ്ധിക്കുന്നത്. വിജയൻ എന്ന പേരിനൊപ്പം കള്ളൻ എന്ന് ചേർത്ത് കണ്ടപ്പോൾ തന്നെ പാർട്ടിയിലെ ഉന്നതർക്ക് അത് സ്വന്തം നേതാവിനെതിരെയുള്ള പരോക്ഷമായ ആക്രമണമായി അനുഭവപ്പെടുകയും അവർ പരിഭ്രാന്തരാവുകയുമായിരുന്നു. വാസ്തവത്തിൽ നാടകരംഗത്ത് കള്ളൻ വിജയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശസ്തനായ ഒരു നാടക പ്രവർത്തകനെ കുറിച്ചുള്ള തികച്ചും വ്യക്തിനിഷ്ഠവും കലാപരവുമായ ഒരു ലേഖനമായിരുന്നു അത്. ലേഖകൻ നൽകിയ ആ തലക്കെട്ട് മാറ്റാൻ വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മുതിർന്ന പത്രാധിപർ KR അജയൻ തയ്യാറായിരുന്നില്ല. വിഷയത്തോട് പൂർണ്ണമായി നീതി പുലർത്തുന്ന ഒന്നാണ് ആ തലക്കെട്ടെന്നും അതിൽ മറ്റ് രാഷ്ട്രീയ വായനകൾക്കൊന്നും സ്ഥാനമില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. എന്നാൽ പേരുമായി ബന്ധപ്പെട്ട അനാവശ്യ വ്യാഖ്യാനങ്ങൾ ഒഴിവാക്കാൻ പാർട്ടി നേതൃത്വം നിർബന്ധം പിടിക്കുകയും ആ താൾ പൂർണ്ണമായും മാറ്റി അച്ചടിച്ച് അടുത്ത ദിവസം മാത്രം വാരാന്ത്യ പതിപ്പ് പുറത്തിറക്കുകയുമായിരുന്നു. തുടർന്ന് അജയനോട് ദേശാഭിമാനി അധികൃതർ വിശദീകരണം ചോദിച്ചപ്പോൾ ലേഖകൻ നൽകിയ തലക്കെട്ട് അതിന്റെ ഉള്ളടക്കത്തിന് അനുയോജ്യമായതിനാൽ അതേപടി ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തെന്ന ന്യായമാണ് അദ്ദേഹം നിരത്തിയത്. എന്നാൽ ഈ വിശദീകരണത്തിൽ തൃപ്തരാകാത്ത CPM നേതൃത്വം ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനിച്ചത്. നിലവിൽ 20 ദിവസത്തെ അവധിയിലുള്ള അജയനോട് ഔദ്യോഗികമായി വിരമിക്കുന്നതുവരെ അവധിയിൽ തുടരാനോ അല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകാനോ ഫോണിലൂടെ പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. പാർട്ടി നേതൃത്വം ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഈ നടപടി പാർട്ടിക്കുള്ളിലെ ആന്തരിക ഭയത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുകയാണ്. സ്വന്തം മുഖപത്രത്തിൽ അച്ചടിച്ചു വരുന്ന ഒരു നാടകാനുഭവ ലേഖനത്തിന്റെ തലക്കെട്ടിൽ പോലും പേടിക്കുന്നത് രാഷ്ട്രീയമായ ആത്മവിശ്വാസക്കുറവിന്റെ അടയാളമാണ്. ഏത് വാക്കിനെയും പേരുകളെയും ഭയത്തോടെയും സംശയത്തോടെയും മാത്രം നോക്കിക്കാണുന്ന ഈ രീതി CPM എന്ന പ്രസ്ഥാനത്തെ കൂടുതൽ നിഷ്ക്രിയത്വത്തിലേക്കും കടുത്ത ആശയപരമായ അടഞ്ഞ അവസ്ഥയിലേക്കുമാണ് തള്ളിവിടുന്നത്. വിമർശനങ്ങളെ സ്വാഭാവികമായി നേരിടുന്നതിന് പകരം ഭാഷയെയും വാക്കുകളെയും പോലും സെൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയമായി ഒട്ടും ആരോഗ്യകരമല്ലാത്തതാണ്.